ലോക്സഭയിൽ തൃണമൂൽ കോൺഗ്രസിൻ്റെ തീപ്പൊരി MP മഹുവ മൊയ്ത്ര മറ്റൊരു വിവാദത്തിലേക്ക് എത്തിയിരിക്കുന്നു. ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ രേഖാ ശർമ്മയാണ് മഹുവ മൊയ്ത്രയ്ക്കെതിരെ കേസ് കൊടുത്തിരിക്കുന്നത്. സംഭവം എന്താണ്? 121 പേരുടെ മരണത്തിന് ഇടയാക്കിയ ഹത്രാസിലെ UP-യിലെ അവിടേക്ക് ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ രേഖാ ശർമ്മ, BJP നേതാവ്, അങ്ങനെയാണല്ലോ ഭരണത്തിരിക്കുന്ന പാർട്ടിയുടെ ആളിനെയാണല്ലോ വയ്ക്കുക, അവിടേക്ക് പോയി കഴിഞ്ഞ ദിവസം. അപ്പം മാഡം രേഖാ ശർമ്മയ്ക്ക് കുട പിടിക്കാൻ ഒരു ഉദ്യോഗസ്ഥനെ പോലെ തോന്നിയ ഒരാൾ കുട പിടിച്ചു കൊടുക്കും. ഇതിനെപ്പറ്റി ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ വരുന്നു. ആ വീഡിയോയ്ക്ക് ഒരു കമൻറ്റ് ഒരു ജേർണലിസ്റ്റ് കമൻ്റ് ഇടുന്നു. ഈ രേഖാ ശർമ്മ ഈ ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷയ്ക്ക് സ്വയം കുട പിടിച്ചുകൂടെ, എന്തിനാ ഒരാൾ പിടിച്ചു കൊടുക്കുന്നത്? ആ വീഡിയോ നമ്മൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ നോക്കിയാൽ മതി, കാണാൻ പറ്റും. അപ്പോൾ ഒരു ജേർണലിസ്റ്റ് ഇട്ട പോസ്റ്റിന് മഹുവ മൊയ്ത്ര അതിനൊരു പ്രതികരണം ഇട്ടു. അതായത് ആ പ്രതികരണം ഇങ്ങനെയാണ്: She's too busy holding up her boss's pajamas. അതായത് തൻ്റെ ബോസിൻ്റെ വസ്ത്രങ്ങൾ താങ്ങിപ്പിടിക്കാൻ വേണ്ടി ഇങ്ങനെ പോകുന്ന ഒരാൾ എന്ന രൂപത്തിലാണ് രേഖാ ശർമ്മയെക്കുറിച്ച് മഹുവ മൊയ്ത്ര പറഞ്ഞിരിക്കുന്നത്. ഷീസ് ടു ബിസി ഹോൾഡിംഗ് അപ്പ് ഹെർ ബോസസ് പൈജാമാസ്. അപ്പോൾ ഒന്ന്, ആ ചിത്രം കണ്ടപ്പോൾ ഒരു ആളൊരു പോസ്റ്റ് ഇട്ടു, ആ വീഡിയോ കണ്ടപ്പോൾ. അപ്പോൾ അതിന് ഇവർ പ്രതികരിച്ചു. ഇതിൻ്റെ പേരിൽ സടകുടഞ്ഞ് എഴുന്നേറ്റിരിക്കുകയാണ് ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ. ഒന്ന് സ്വമേധയാ കേസെടുക്കാവില്ല. ഏത് കമ്മീഷനും സ്വമേധയാ കേസെടുക്കാം. വനിതാ കമ്മീഷനാവട്ടെ, ന്യൂനപക്ഷ കമ്മീഷനാവട്ടെ, ഏത് കമ്മീഷനാവട്ടെ, സ്വമേധയാ കേസെടുക്കാം ഉള്ള അധികാരം, ക്വാസി ജുഡീഷ്യൽ അധികാരങ്ങൾ കമ്മീഷനുണ്ട്. മാത്രമല്ല, രേഖാ ശർമ്മ ഡൽഹി പോലീസിൽ പരാതിയും കൊടുത്തു. മഹുവ മൊയ്ത്രയ്ക്കെതിരെ നടപടിയെടുക്കണം, FIR ഇടണം. ഡൽഹി പോലീസ് FIR ഇടണം. രണ്ടാമത്തെ കേസ്. മറ്റൊന്നിനി വനിതാ കമ്മീഷൻ സ്വയം അന്വേഷിക്കാൻ ഉത്തരവിട്ടിരിക്കുകയാണ്. ആ 3 ദിവസത്തിനകം മഹുവ മൊയ്ത്രയെ FIR പ്രകാരം അറസ്റ്റ് ചെയ്യണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിന് വീണ്ടും മഹുവ മൊയ്ത്ര ട്വീറ്റ് ചെയ്തു: ഞാനിങ്ങനെ ബംഗാളിൽ നാദിയ എന്ന സ്ഥലത്തുണ്ട്, എപ്പോഴാന്ന് വെച്ചാൽ ഒന്ന് അറസ്റ്റ് ചെയ്തുള്ളൂ, ഒരു കുഴപ്പമില്ല, ഞാനിവിടെ ഉണ്ട്, ഓടിയിട്ടില്ല എന്ന് മഹുവ മൊയ്ത്ര പറഞ്ഞു. ഇതിപ്പോൾ 2 സ്ത്രീകൾ തമ്മിലുള്ള പോരായി. അതെ, വനിതാ കമ്മീഷൻ അധ്യക്ഷ രേഖാ ശർമ്മയും പാർലമെന്റിലെ ശ്രദ്ധിക്കപ്പെടുന്ന ശബ്ദം. അവര് ഒരു സ്ത്രീ അല്ല മഹുവ മൊയ്ത്ര. അവർ പാർലമെന്റിൽ സംസാരിക്കുന്നത്, ഡിബേറ്റിൽ, ചർച്ചയിൽ പങ്കെടുക്കുന്നത് കേട്ടാൽ നമുക്ക് മനസ്സിലാവും. എല്ലാം പഠിച്ചിട്ട് വന്നിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന MP-മാരിൽ, അപൂർവം MP-മാരിൽ. നമ്മുടെ പാർലമെന്റിൽ കുറെ ഉറക്കം തൂങ്ങികളുണ്ട്. ആരാണെന്ന് നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ടതില്ല. കുറെ ഉറക്കം തൂങ്ങികളുണ്ട്. കേരളത്തിൽ നിന്ന് കുറെ ഉറക്കം തൂങ്ങികളെ നമ്മൾ വീണ്ടും ജയിപ്പിച്ചിട്ടുണ്ട്. അവിടെ പോയി ശാപ്പാട് മേടിച്ച് ഇങ്ങനെ അവിടെ ഇരിക്കുക. കമാന്നൊരക്ഷരം മിണ്ടാത്ത കുറെ പേരെ നമ്മൾ വീണ്ടും തിരഞ്ഞെടുത്ത് നമ്മുടെ മലയാളികൾ, അതായത് ഒരു ജനതയ്ക്ക് അർഹിക്കുന്ന പ്രതിനിധികളെ ജനങ്ങൾ തിരഞ്ഞെടുക്കും എന്നുള്ളത് പറയുമല്ലോ. അപ്പം ഇങ്ങനെ കുറെ ഉറക്കം തൂങ്ങികളെ നമ്മളിപ്പോൾ വീണ്ടും ജയിപ്പിച്ചയച്ചിട്ടുണ്ട്. പക്ഷെ മഹുവ മൊയ്ത്രയൊന്നും ആ ഗണത്തിൽപ്പെടത്തില്ല. അപ്പം അതുകൊണ്ടാണ് നമ്മളിത് എടുത്ത് പറയുന്നത്. അപ്പോൾ രേഖാ ശർമ്മയും മഹുവ മൊയ്ത്രയും നമ്മളൊരു പോരാടിനി, ഒരു നിയമയുദ്ധമാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് വരും നാളുകളിൽ. അപ്പം ഹത്രാസ് ആണ് ഇതിനകത്തെ ഒരു വിഷയം. ഈ കമൻറ്റ് വന്നു കഴിഞ്ഞു. ഈ കേസ് എടുത്തിരിക്കുന്നതിന് നിയമവശം കൂടി പറഞ്ഞിട്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം. പുതിയ ഒരു നിയമം ഇപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട് പാർലമെന്റിൽ. അമിത്ഷാ ആഭ്യന്തരമന്ത്രി അവതരിപ്പിച്ച് പാസ്സാക്കിയ പുതിയ നിയമം, ഭാരതീയ ന്യായ സംഹിത. ഇന്ത്യൻ പീനൽ കോഡിനെ റദ്ദാക്കിയിട്ട്, IPC-യെ റദ്ദാക്കിയിട്ട്, അത് ബ്രിട്ടീഷ് രാജ് കാലത്തെ കൊളോണിയൽ നിയമമാണെന്ന് പറഞ്ഞുകൊണ്ട് അതിനെ റദ്ദാക്കിയിട്ട് ഒരു പുതിയ നിയമം ഇപ്പം നടപ്പാക്കി കഴിഞ്ഞാൽ അത് പ്രകാരമാണ് ഇപ്പോൾ കേസുകൾ എടുക്കുന്നത്. ഭാരതീയ ന്യായ സംഹിത. അപ്പം മഹുവ മൊയ്ത്രയ്ക്കെതിരെ ഇപ്പോൾ എടുത്തിരിക്കുന്ന കേസ്, ഡൽഹി പോലീസ് എടുത്തിരിക്കുന്ന FIR, ഈ
ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ 79 79 പ്രകാരമാണ്, പുതിയ നിയമപ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. അപ്പൊ അതിലെന്താ പറയുന്നത്? സെക്ഷൻ 79 ഓഫ് ഭാരതീയ ന്യായ സംഹിത എന്താ പറയുന്നത്? അത് ചുരുക്കി പറഞ്ഞാൽ അതിൻ്റെ ഫസ്റ്റ് ഡെഫിനിഷൻ ഇങ്ങനെയാണ്. അതിൻ്റെ എലാബറേഷൻ വേറെ ഉണ്ട്, അത് എല്ലാം വായിക്കുന്നില്ല. ഫസ്റ്റ് ഡെഫിനിഷൻ ഇങ്ങനെയാണ്: ബൈ വേർഡ്, വാക്കുകൊണ്ടോ, ജസ്റ്റർ, ഒരു കണ്ണു ചിമ്മുന്നോ, ഒരു സൂചന കൊണ്ടോ, ഓർ ആക്ട്, പ്രവൃത്തി കൊണ്ടോ, ഇൻറ്റൻഡഡ് ടു ഇൻസൾട്ട്, മനഃപൂർവം ഒരാളെ ഇൻസൾട്ട് ചെയ്യുക, അപമാനിക്കുക, ദ്രോഹിക്കുക. ഇൻസൾട്ട് മോഡസ്റ്റി ഓഫ് എ വുമൺ, ഒരു സ്ത്രീയുടെ മോഡസ്റ്റിയെ അപമാനിക്കുക. ഇതാണ് മഹുവ മൈത്രയ്ക്കെതിരെ എടുത്തിരിക്കുന്ന ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ രേഖാ ശർമ്മയുടെ പരാതി പ്രകാരം ഡൽഹി പോലീസ് എടുത്തിരിക്കുന്ന കേസ്. വകുപ്പ് 79 ഓഫ് ഭാരതീയ ന്യായ സംഹിത. ഇതുകൊണ്ട് മിനിമം 3 വർഷം വരെ തടവ് കിട്ടാവുന്ന ഒരു ഫൈൻ, ഒപ്പം പിഴയും അടയ്ക്കേണ്ടുന്ന ഒരു കുറ്റകൃത്യമാണിത്. മനസ്സിലായില്ലേ? അപ്പൊ ഇതില് ഷീസ് ടു ബിസി ഹോൾഡിംഗ് അപ്പ് ഹെർ ബോസസ് പൈജാമാസ് എന്ന് പറയുന്നത് ഒരു സ്ത്രീയുടെ മോഡസ്റ്റിയെ ഇല്ലാണ്ടാക്കുന്നുണ്ടോ, അല്ലെ മോഡസ്റ്റിയെ ചോദ്യം ചെയ്യുന്നുണ്ടോ എന്ന കേസാണ് ഇതിൻ്റെ അകത്ത് പരിഗണിക്കപ്പെടുക. അപ്പോൾ മഹുവ മൈത്രസുമായിട്ട് ആ കേസ് ഫൈറ്റ് ചെയ്യേണ്ടി വരും, നേരിടേണ്ടി വരും, സ്വാഭാവികം. അപ്പൊ ഇത് പുതിയ നമ്മുടെ ക്രിമിനൽ, നമ്മുടെ പഴയ കോഡൊക്കെ മാറ്റിയിട്ട് പുതിയ നിയമം വന്നപ്പോൾ ഈ ഇതിനെ പറ്റിയുള്ള ഒരു വ്യാഖ്യാനം കൂടി ഇനി കോടതി പരിഗണിക്കാം. ഈ നിയമം ഇങ്ങനെ പറയുന്നു, ഇങ്ങനെ മോഡസ്റ്റിയെ ചോദ്യം ചെയ്തിട്ടുണ്ടോ, രേഖാ ശർമ്മയുടെ മോഡസ്റ്റിയെ മഹുവ മൈത്ര ചോദ്യം ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ഇതിനകത്ത് ഈ കേസിലൊരു പരിഗണന വിഷയമായിട്ട് വരും. എന്തായാലും ഈ ഒരു നിയമയുദ്ധം നല്ലതാണ്. ഒരു പുതിയ നിയമം BJP സർക്കാർ, മോദി 3ാം സർക്കാർ കൊണ്ടുവന്നതിനെ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ അത് ആ കേസ് അതിൻ്റെ വഴിക്ക് നടക്കട്ടെ, അതിൻ്റെ നിയമവശങ്ങൾ പിന്നെ കോടതി പറയട്ടെ. അപ്പോൾ കീഴ്ക്കോടതി, താഴെയുള്ള കോടതി, പിന്നെ മേൽക്കോടതി, ഹൈക്കോടതി, അല്ലെങ്കിൽ സുപ്രീം കോടതി വരെ ആ കേസ് പോകുമായിരിക്കും, പറയട്ടെ. പക്ഷെ ഇതിനകം ഒരു കാര്യം കൂടി ചെയ്തിട്ടുണ്ട് ഈ ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ BJP നേതാവ് രേഖാ ശർമ്മ. ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്ക് ഒരു കത്തയച്ചിട്ടുണ്ട്. അതാണ് ഇവിടെ സൂക്ഷിക്കേണ്ടത്. ഓം ബിർളയ്ക്ക് ഒരു കത്തയച്ചിരിക്കുന്നു: താങ്കൾ അധ്യക്ഷനായ ലോക്സഭയിലെ ഒരു അംഗം മഹുവ മൈത്ര എനിക്കെതിരെ ഇങ്ങനെ അധിക്ഷേപം നടത്തിയിരിക്കുന്നു. അതുകൊണ്ട് നിയമം അനുശാസിക്കുന്ന, നിയമത്തിൽ പറയുന്ന നടപടികൾ ലോക്സഭാ സ്പീക്കർ എന്ന നിലയിൽ മഹുവ മൈത്രയ്ക്കെതിരെ എടുക്കണം എന്ന് പറഞ്ഞ് ആവശ്യപ്പെട്ടുകൊണ്ടാണ് രേഖാ ശർമ്മ ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്ക് കത്തയച്ചിരിക്കുന്നത്. അത് ചെറിയൊരു കാര്യമില്ല. എന്താ വലിയ കാര്യം എന്ന് പറയാൻ കാര്യം? ഓം ബിർള ആരാ? BJP-ക്കാരൻ. ലോക്സഭാ സ്പീക്കർ ആരാ? രേഖാ ശർമ്മ, BJP-ക്കാരി, ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടൊരു അന്തർധാര ഉണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ടും. ഇവിടെയാണ് ഞങ്ങൾ ചോദിക്കുന്നത്, പഴംവിഴുങ്ങുകളായിട്ട് 2 സഖ്യേഷികളുണ്ടല്ലോ, പഴംവിഴുങ്ങികൾ. ആര്? നിതീഷ് കുമാർ, ബീഹാർ മുഖ്യമന്ത്രി, ജനതാദൾ യു അനിഷേധ്യ നേതാവ്. TDP, തെലുങ്ക് ദേശം, അതിൻ്റെ പ്രസിഡന്റ് ചന്ദ്രബാബു നായിഡു, ആന്ധ്ര മുഖ്യമന്ത്രി. ഈ 2 പഴംവിഴുങ്ങികൾക്ക് എന്തേ ഒരു സ്പീക്കറെ കിട്ടിയില്ല, ലോക്സഭാ സ്പീക്കറെ? ദേശീയ മാധ്യമങ്ങൾ അങ്ങ് തള്ളോട് തള്ളായിരുന്നു, തള്ളി 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 ഒരു പരുവാക്കി. അതായത് JDU-വിന് പ്രധാന ക്യാബിനറ്റ് റാങ്കുകൾ, നിതീഷ് കുമാറിന്റെ JDU-വിന്, നായിഡുവിന് 2-3 ക്യാബിനറ്റ് റാങ്ക്, പിന്നെ സ്പീക്കർ പദവിയും, ലോക്സഭാ സ്പീക്കർ പദവി അതടങ്കം ഉറപ്പിച്ചു ദേശീയ മാധ്യമങ്ങൾ. ചർച്ച അവിടിക്കായിരുന്നു, അന്തിച്ചർച്ച വരെ, മലയാളത്തിൽ ഉൾപ്പെടെ, കേരളത്തിലെ ചാനലുകൾ ഉൾപ്പെടെ. അവസാനം എന്തായി? മല പോലെ വന്നു, എലി പോലെ അങ്ങ് പോയി. സ്പീക്കറെ TDP കിട്ടിയില്ല, നായിഡുവിന് കിട്ടിയില്ല, പ്രധാന വകുപ്പ് കിട്ടിയില്ല. വെറും അപ്രധാന വകുപ്പിൽ 2 മന്ത്രിമാര്, 2 സഹമന്ത്രിമാര്. നിതീഷ് കുമാറിന് എന്ത് കിട്ടി?
അപ്രധാന വകുപ്പുകൾ, 2 ക്യാബിനറ്റ്, എന്തേ നിങ്ങൾക്ക് വിലപേശി നേടാൻ പറ്റാതെ പോയത്? ഇപ്പം നിങ്ങൾക്കൊരു ലോക്സഭ സ്പീക്കറെ കിട്ടിയിരുന്നെങ്കിൽ ഇപ്പം പിക്ചർ മാറുമായിരുന്നല്ലോ. ഇതിൻ്റെ പേരിൽ വേറെ കഥയുണ്ട്, വേറെ കഥയുണ്ട്. അത് ഞങ്ങൾ പിന്നാലെ നമ്മൾ അത് വിലയിരുത്താം. അതുകൊണ്ട് ഇതിൻ്റെ പോക്ക് എവിടേക്കാണെന്നുള്ളതിൻ്റെ സൂചനകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് കാത്തിരുന്ന് കാണാം.